ഒരു ദമ്പതികൾക്ക് 10 മക്കളുള്ള ഒരു സൂപ്പർ ഹീറോനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടതിൽ മിന്നലായി. എനിക്കൊരു 5 പേരെന്തായാലും വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഷെയർ ചെയ്തു. നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒത്തിരി കളിയാക്കൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അന്ന് തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. ഒരു കാരണവശാലും മക്കളുടെ പേരിൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. വളരെ ഹാപ്പിയാണ്. അത് തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ടീം എന്നുള്ളത് കൊട്ടിയൂരാണ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, അറിയാലോ അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ഫാദേഴ്സ് നമുക്ക് ഹീറോ ആയിരിക്കും. ഇന്നൊരു സൂപ്പർ ഹീറോനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 10 മക്കളുള്ള, അതായത് ഒരു ദമ്പതികൾക്ക് 10 മക്കളുള്ള ഒരു സൂപ്പർ ഹീറോനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് കൊട്ടിയൂരാണ്. ആ ഫാമിലി അകത്തിരിപ്പുണ്ട്, നമുക്ക് പരിചയപ്പെടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി. കണ്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടതിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മറിവില്ലാണു നീ. അപ്പം ഞാൻ പറഞ്ഞ സൂപ്പർ ഹീറോ നമ്മുടെ സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ചേട്ടൻ്റെ വൈഫ് രമ്യ ചേച്ചി. ഇത് മമ്മിയുടെ പേര് എലിക്കുട്ടി. ഓക്കെ, സന്തോഷ് ചേട്ടൻ 10 മക്കൾ. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. ആദ്യം മൂത്തയാള് പേര് പറഞ്ഞോളൂ. ആൽഫിയ ലിസ്ബത്ത്. ആൽഫിയ ലിസ്ബത്ത്. ഓക്കെ, എത്രയല്ല പഠിക്കണേ? 12th. ഏതാ സ്കൂള്? IGM ഹയർ സെക്കൻഡറി സ്കൂൾ. രണ്ടാമത്തെ ആൾ ഇവിടെ ഇരിക്കണേ, പേര് ആഗ്നസ് മരിയ. ഓക്കെ, ഏത് സ്കൂളാ? ഞാൻ IGM 10th. ഞാൻ ആൻ ക്ലറൈൻ IGM 8th പഠിക്കുന്നു. ഓക്കെ, നാലാമത്തെ കുഞ്ഞി അസിൻ തെരേസ് തലക്കാണി സ്കൂളിൽ 6th. അത് കഴിഞ്ഞ് എൻ്റെ പേര് ലിയോട്ടൻ. ഞാൻ തലക്കാണി സ്കൂളിൽ 4. എൻ്റെ പേര് ലെവിൻ. ഞാൻ തലക്കാണി സ്കൂളിൽ 2. ഓക്കെ, അത് കഴിഞ്ഞ് പേരെന്താ പറഞ്ഞോളൂ? ക്യാദറും ജോക്കിമ. എത്രയല്ല പഠിക്കണേ? UKG. അടുത്തത് ട്വിൻസ് ആണ്. എന്റെ പേര് അക്കു. ഇതോ? പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? അംഗൻവാടി പറ. അംഗൻവാടി പോകുന്നുണ്ടോ? അപ്പം രണ്ടുപേരാണ് ട്വിൻസ്. പിന്നെ വരുന്നത് ലാസ്റ്റത്തെ ആളാണ് കിടന്നുറങ്ങുന്നത്, ഹന്ന റോസ്ലിയ എന്ന് പറയും. 4 മാസം. ഓക്കെ, എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള പേരാണ് വെച്ചിരിക്കുന്നത്. അപ്പം പേര് കണ്ടുപിടിക്കാനും പേരിടാനും മുന്നേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ, അല്ല പെട്ടെന്ന് തോന്നിയതിലിട്ട്? അക്കു തക്കു തന്നെയാണോ ശരിക്കുള്ള പേര്? എന്താ? ജിയന്ന. ഓക്കെ, അപ്പൊ എല്ലാം വെറൈറ്റി യുണീക്ക് ആയിട്ടുള്ള പേരാണ്. വിളിക്കുന്നത് അങ്ങനെയാണ്. മുത്തുമണി, മിന്നു, ഇത് ചിന്നു, ഇത് ചിപ്പി, ഇത് ചിക്കു, ഇത് കിച്ചു, ഇത് അച്ചു, ഇത് അക്കു തക്കു, ഇവിടെ അക്കു. എനിക്ക് എന്നെ കൺഫ്യൂഷനായി. അപ്പൊ നിങ്ങൾക്കൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. അക്കു എന്ന് വിളിക്കുമ്പോ ആരാ കൈവക്കുക? ആരാ ഓടി വരിക? അക്കു. അച്ചു എന്ന് വിളിക്കുമ്പോ ആര് വരും? ഓക്കെ, അപ്പൊ ഈ യുണീക്ക് ആയിട്ടുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള പേരിന്റെ പിന്നിൽ ആരാണ്? അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും കൂടി സെലക്ട് ചെയ്യുന്ന പേരാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, ഇവരുടെ ഡെലിവറി ദിവസം ഉണ്ടായ ഒരു വിശുദ്ധരുടെ പേര് കൂട്ടിയിട്ട് അത് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പേരിട്ടേക്കണേ. ഇങ്ങനത്തെ വ്യത്യാസമാണ്. ഞങ്ങളുടെ പേരില്ല, ആ സമയത്ത് കിട്ടുന്ന പേരുകളാണ്. അതായത് ആ അനുദിന വിശുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ കൂടിയിട്ടാണ് ഇവർക്ക് എല്ലാവർക്കും പേരിട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സർനെയിം ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പുണ്യാളന്മാരുടെ വിശുദ്ധരുടെ പേരുകളൊക്കെയാണ്. ഓക്കെ, അപ്പൊ സ്കൂളിലൊക്കെ ഇത്ര ബ്രദേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 9
സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കൂട്ടുകാരികളുടെ ഒക്കെ ഒരു റെസ്പോൺസ്? ആദ്യം ഇതൊക്കെ പറയുമ്പോൾ 9 മക്കളും ഞങ്ങൾ 10 പേരാ, എനിക്ക് 9 സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ട് പറയുമ്പോൾ ആരും അങ്ങനെ വിശ്വസിക്കാറൊന്നുമില്ല. പിന്നെ ഞാനാ മൂത്തെന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാറില്ല. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര അനിയത്തിമാര് അനിയന്മാര് ആരും വിശ്വസിക്കാറൊന്നുമില്ല അങ്ങനെ. പിന്നെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ഇങ്ങോട്ട് വരാനൊക്കെ ആണെങ്കിലും ഭയങ്കര താല്പര്യമൊക്കെയാണ്. ശരിക്കും ഒരു നഴ്സറി അല്ലെങ്കിൽ സ്കൂൾ തുറന്ന മാതിരിയാണ് ഇവിടെ. ഒരു ഭാഗം സൈലന്റ് ആവുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് വയലന്റ് ആവും പിള്ളേര്. എങ്ങനെയാണ് മമ്മി ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, മിടുക്കന്മാരാ? എടുക്കുമ്പാരാ പറഞ്ഞതൊക്കെ അനുസരിക്കും, കുഴപ്പങ്ങളൊന്നുമില്ല. രാവിലെ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയി വന്ന് എല്ലാവരും സ്കൂളിൽ പോകും. 3 പേരെ പപ്പ കൊണ്ടുപോയി വിടും. അത് സ്കൂളിൽ അടുത്ത ഇവരിവിടെ തൊട്ടടുത്ത സ്കൂള്. ബാക്കിയുള്ളവർ ഇവർ 2 പേരെയും കൊണ്ടുപോയി വിടും. ഒരു 10 മണിയാകുമ്പോൾ കൊണ്ടുപോയി വിടും. അംഗൻവാടി ഇച്ചിരി അപ്പുറത്തോട്ട് പോകണം, അംഗൻവാടി കൊണ്ടുപോയി വിടും. ഈ ആഴ്ച പോലെ അവരെ വിടാനൊരുങ്ങിയത്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ 10 പിള്ളേർ എന്ന് പറയുമ്പോൾ നമ്മൾ 5 പേരുള്ള 5 തരത്തിലാണുള്ളത്. അതുപോലെ തന്നെയായിരിക്കും മനുഷ്യന്മാരുടെ കാര്യവും അല്ലേ? 10 പേർക്ക് 10 ടേസ്റ്റ് ആയിരിക്കും, അതേപോലെ 10 താല്പര്യങ്ങളായിരിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലായാലും മുന്നേ ഒക്കെ മൂത്തവരുടെ ഡ്രസ്സ് ഇളയാൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവരങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഫുഡ്, ചിലപ്പോൾ ഒരാൾക്ക് രാവിലെ പുട്ടായിരിക്കും വേണ്ടി വരിക, ചിലപ്പോൾ ഇഡ്ഡലി വേണമെന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് പറയുന്നുണ്ടാവും. അത്തരം ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അമ്മയായിരിക്കും പറയാൻ ഏറ്റവും ആപ്റ്റ്. പറഞ്ഞോളൂ. മൂത്തവരുടെ ഡ്രസ്സ് ഇളയവരൊക്കെ അങ്ങനെ മാറിയിടുന്നുണ്ടോ? അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. മൂത്തവരുടെ ചെറുതാകുന്ന ഡ്രസ്സുകൾ ഇളയവർ അങ്ങനെ ഇട്ടിട്ട് പരമാവധി അങ്ങനെ ഇട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇവരുടെ തന്നെ പരസ്പരം ഒരേ അളവിലുള്ള ഡ്രസ്സ് അവർ തന്നെ മാറ്റിയിടും, അങ്ങനെ ഇടാറുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫുഡ് അങ്ങനെ ഒരാൾക്ക് സെപ്പറേറ്റ് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറില്ല. മെയിനായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കും, അത് ഇപ്പോൾ ചിലപ്പോൾ കറി കൂട്ടി കഴിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചട്നി കൂട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ അങ്ങനെ കൂട്ടി കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം കുഞ്ഞു മക്കൾക്ക് തേൻ ഉപയോഗിച്ച് കൊടുക്കും, അങ്ങനെയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായി ഫുഡ് ഉണ്ടാക്കാറില്ല. അവർ തന്നെ പറ്റില്ല അല്ലേ? അങ്ങനെ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിച്ചേക്കണേ. അവർ ഫുഡ് ഉണ്ടാക്കും, അത് കഴിക്കുക, അങ്ങനെ അല്ലേ നമ്മൾ വാരിക്കൊടുത്ത് അങ്ങനെ തീറ്റിക്കും. ഇപ്പം പിന്നെ വലിയവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ കഴിച്ചോളും. ഇപ്പൊ സാധാരണ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴാണ് കൺട്രോളിങ് കൂടുതലായിട്ട് വരേണ്ടി വരിക. ആ സമയത്ത് എന്തെങ്കിലും സ്കെഡ്യൂൾസ് ഉണ്ടോ? ഇത്ര മണിക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ ഇന്നാൾ ഇന്നത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇവർക്ക് പഠനമില്ലാത്ത ദിവസങ്ങളിൽ ഇവർക്ക് ഓരോ വർക്കുകൾ കൊടുക്കുവാണെങ്കിൽ അത് ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ക്ലീനിങ് ഫുള്ള് ചെയ്യുവാണെങ്കിലും സാധാരണയുള്ള ക്ലീനിങ് ചെയ്യുന്ന അവർ ചെയ്തോളും, നോർമൽ ചെയ്തോളും. ബാക്കി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് ചെയ്യും. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ അവരുടെ റൂമുകളായാലും എല്ലാം അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരും ക്ലീൻ ചെയ്തോളൂ. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാം. അത് മുറ്റത്തായാലും കാട് പറിക്കാനായാലും എല്ലാ പരിപാടികളും അങ്ങനെ തന്നെ ഒരുമിച്ചാണ് ചെയ്യാറ്. ഇപ്പം ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമായിരിക്കും. അപ്പം എങ്ങനെയാ നിങ്ങൾ പോവാറുണ്ടോ? എന്താണ് അവസ്ഥ? പോവാറുണ്ട്. എല്ലാ വർഷവും വെക്കേഷൻ എന്തായാലും ഒരു ട്രിപ്പ് പോവും. ഈ വർഷം പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം മൂത്തവരുണ്ട്, ഇളയവരെയൊക്കെ നോക്കാനായിട്ട് അവരുണ്ടല്ലോ, മെയിനായിട്ട് കെയറിങ്ങിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാറില്ല. എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട്. ഈ വർഷം പോയിരുന്നു. മൈസൂർ ബാംഗ്ലൂരായിരുന്നു, 2 days ട്രിപ്പായിരുന്നു. പോയി സന്തോഷമായിട്ട് വന്നു. അപ്പം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വാഹന സൗകര്യമൊക്കെ, സ്വന്തമായിട്ട് വണ്ടി, അങ്ങനെ എന്താണ്? വണ്ടിയുണ്ട്, സ്വന്തമായിട്ട് വണ്ടിക്ക് തന്നെ പോക്ക്. ഈ വലിയ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സെർവൻ്റ് ഉണ്ട്. കുട്ടികളെ വരെ ദീദി എന്നാണ് വിളിച്ച് കേട്ടത്. അപ്പം നമുക്ക് അവരുടെ പേര് ചോദിക്കാം. നാം അഞ്ചിത്തേക്ക. അൻഷിത. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഹിന്ദിയിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ. സോ മമ്മി, ഇവര് വന്നിട്ട് എത്ര വർഷമായി? 3 വർഷമായി. എല്ലാ കാര്യങ്ങളും ചെയ്യും. ചോറ് വെക്കും, കറി വെക്കും, രാവിലത്തേക്കുള്ള കാപ്പികളൊക്കെ ആക്കും, അരി അരച്ച് വെക്കും, ദോശ ചൂടും, പിള്ളേരെ കുളിപ്പിക്കും. നമ്മളുടെ ടേസ്റ്റ് അറിയോ? അറിയാം, ഇപ്പം അറിയാം. ആദ്യമൊക്കെ ഇച്ചിരി ഇതായിരുന്നു, പിന്നെ ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാ കൂട്ടം ചെയ്തോളൂ. ഇറച്ചി, മീൻ. പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് ഇവർക്ക് 2നും 5 മതി. സ്കൂളിൽ കൊണ്ടുപോയി വിടാനും അംഗൻവാടി വിടാനും കൂട്ടിയെടുത്ത് പോകും. അവരെ കൂട്ടിക്കൊണ്ടുവരും. രമ്യ ഇല്ലെങ്കിൽ രമ്യ ഉണ്ടെങ്കിൽ രമ്യ പോകും. അങ്ങനെയാണ്. ഇനി കുട്ടികളോടൊരു ചോദ്യം. ആരോ ആൻസർ പറയുന്നത്, അതായത് ഇത്രയും പിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ ഇത്രയും സിബ്ലിങ്സ് ഉണ്ട്, അവരുടെ കൂടെ വളരാൻ പറ്റിയെന്ന് തോന്നുമ്പോൾ
എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ, എൻ്റെ വീട്ടിൽ ഇത്രയും പേരുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നിയത് എന്താ? എനിക്ക് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഉള്ള എല്ലാവരോടും ഷെയർ ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർ തന്നെ മതി, പുറത്തോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ ചേച്ചീനോട് കളിക്കാനായിട്ടും സ്കൂളിലത്തെ കാര്യം ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാത്തിനും ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ അനീത്തുമാരുണ്ട്. അപ്പം എനിക്ക് പുറത്തോട്ട് പോകേണ്ട ആ ഒരു ഇത് വന്നിട്ടില്ല. സന്തോഷമാണ് എല്ലാവരുടെയും കൂടെ. ചേച്ചിയുടെ പെർസ്പെക്റ്റീവിൽ എന്താ അങ്ങനെ ഒരു ഇത്രയും പിള്ളേരുണ്ടായത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ തോന്നണേ? വളരെ ഹാപ്പിയാണ്. അത് തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. എപ്പോഴും ബഹളമാണ്. പിന്നെ ഇപ്പം ആണെങ്കിൽ കുഞ്ഞിത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ സ്കൂളിൽ പോയി കഴിയുമ്പം പിന്നെ അപ്പം നമ്മളിങ്ങനെ പറയും, എന്താ ഇപ്പോൾ വളരെ ശാന്തതയാണ്, സൈലൻ്റ് ആയിപ്പോയി മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിയുമ്പോഴേ. അങ്ങനെ ഒരു ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പ് അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഭയങ്കര ഗ്യാപ്പ്, നമുക്കെന്താ പറയുക, ഒരു എന്താ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു വ്യത്യസ്തമാണ്. കുഞ്ഞിത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒച്ചയെടുക്കാറോ ബഹളെടുക്കാറൊന്നും ആയില്ല. അപ്പം പകല് നമ്മൾ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തയ്ക്കലോ അങ്ങനെ റീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഹോബി ഉണ്ടോ? ഞാൻ അത്യാവശ്യം തയ്ക്കും, നമ്മുടെ കാര്യങ്ങൾ നമുക്കുള്ളത് മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. നേഴ്സായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. ഇത്രയും പേരെ നോക്കുന്ന എങ്ങനെയാ പുറമേക്ക് പോവാണ് അല്ലേ? ഇല്ലില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഫുൾ എൻഗേജ്ഡ് ആണല്ലോ, ഫുൾ ടൈം സന്തോഷമാണ്. പിന്നെ എപ്പോഴും ബിസിയാണ്, തോന്നിയിട്ടില്ല. നമുക്ക് വിഷമിക്കാൻ സമയമില്ല. ഇല്ലില്ല, ചിന്തിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഇനി സന്തോഷേട്ടനിലേക്ക് വരാം. സന്തോഷേട്ടാ, എന്താണ് ബൈ പ്രൊഫഷൻ എന്താണ്? ഞാൻ റൂഫിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. എനിക്ക് ഷോപ്പുകളാണ്, ഓൾ കേരള സൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. കെയ്റോസ് എന്നാണ്, കെയ്റോസ് റൂഫിങ്സ് എന്ന് പറയും. ഞാൻ 25 വർഷമായിട്ട് ഈ ഫീൽഡ് തന്നെയാണ്, റൂഫിംഗ് ഫീൽഡ് തന്നെയാണ്. ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഹീറോ സന്തോഷാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് പലരും. അപ്പൊ ആ പേര് തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതെ, കെയ്റോസ് എന്നാണ് ഫേമിന്റെ പേര്. 25 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡ് തന്നെയാണ്. ഇവർ ഈ വർഷം ഫസ്റ്റ് ടൈം ഇവിടുന്ന് കുഞ്ഞി ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടായല്ലോ, അപ്പൊ എന്താ തോന്നിയത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 9 പേര് ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അത് പിന്നെ മീഡിയ വഴിയും കൂടെ കുറച്ചുകൂടി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവള് ഏറ്റവും മൂത്തയാൾ +2 ആണ്. അപ്പോൾ അടുത്ത വർഷം മുതൽ മാറിപ്പോകുമല്ലോ. അപ്പം ഏറ്റവും ലാസ്റ്റത്തെ സമയമാണ്. 2 പേര് അംഗൻവാടിയിലേക്ക് പോകുന്നു. അപ്പം അതിൻ്റെ സന്തോഷമാണ്. ഏറ്റവും കുറുമ്പ ഇതിലാർക്കാണ്? അങ്ങനെ പറയാനായിട്ടില്ല. കുറുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ മാത്രം ഇങ്ങനെ കുറുമ്പെന്ന് പറയാനില്ല. പിന്നെ ഇവൻ 5ാമത് വന്ന ഇവൻ ആൺകുറിച്ചായതിൻ്റെ പേരിൽ അവനെ കുറച്ച് കൂടുതൽ താലോലിച്ചതിൻ്റെ പേരിൽ കുറച്ച് കുറുമ്പ് കൂടുതലുണ്ട്. എന്നാലും പുള്ളി എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ്. കാരണം ഏറ്റവും ഹെൽപ്പ് ചെയ്യാനും ചേച്ചിമാരെല്ലാം നോക്കാനും ഇനി സ്കൂളിൽ പോയാലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൂടുതലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നതിൻ്റെ പേരിൽ ഇവർ സ്കൂളിൽ ചെന്നാലും കുറേ ആൾക്കാരെ അവർ കെയർ ചെയ്യും. അപ്പോൾ ഇവരെ പോലെ കെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആൾക്കാർക്ക് കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക്. ഒരു ദിവസം എങ്ങനെയാണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാധാരണ മാനേജ് ചെയ്യാൻ കുറച്ചധികം പാടാണ്. കാരണം എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല മിക്കവരും. 4-5 പേരേ ഉള്ളൂ ഇത്തിരി എന്താ പറയുക മെച്യൂർഡായി എന്ന് തോന്നിയവർ. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. രാവിലെ പപ്പയും മക്കളും അമ്മച്ചിയും ഒക്കെ പള്ളിയിൽ പോവും. അപ്പോൾ ഞാനും ഉണ്ട്, സഹായിക്കുന്ന കൊച്ചും കൂടെ കൂടിയിട്ട് രാവിലെ കിച്ചണിലെ ഓൾമോസ്റ്റ് വർക്കെല്ലാം തന്നെ തീരും. ഉച്ചയ്ക്ക് ചോറ് വരെ എല്ലാം അപ്പോഴത്തേക്കും ആവും. പിന്നെ വന്ന് 8 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോവും. പപ്പ കൊണ്ടുവിടും. മൂത്തവരെ 3 പേരെ സ്കൂളിൽ കൊണ്ടുവിടും. പിന്നെ ബാക്കിയുള്ളവർ 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരും കൂടെ പോവും. അപ്പം അങ്ങനെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേച്ചിക്ക് സെൽഫ് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇച്ചിരി മീ ടൈം എടുക്കാനൊക്കെ കിട്ടാറുണ്ടോ സമയം? ഫ്രീ ടൈമാ? അവനവന് വേണ്ടി ഇത്തിരി സമയം മാറ്റി വയ്ക്കാൻ ഇപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ടൈം കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ അംഗൻവാടിയിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിതല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിത് ഉറങ്ങുന്ന ടൈമിൽ രാവിലെ പണിയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തീർത്ത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ബ്രേക്ക് എടുക്കും. കിടന്നുറങ്ങാനൊക്കെ സമയം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. സത്യത്തിൽ ഇത്രയും മക്കളെന്ന് പറയുന്നത് നിങ്ങൾ പ്ലാൻഡ് ആയിരുന്നോ, അല്ല അങ്ങനെ സംഭവിച്ചു പോയതാണോ? ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും ആപ്റ്റ് സന്തോഷേട്ടനെന്ന് ഞാൻ തോന്നുന്നു. സന്തോഷേട്ടാ, എങ്ങനെയാണ് ഇത്രയും മക്കള്, അത് സംഭവിച്ചതാണോ അല്ല പ്ലാൻഡ് ആയിരുന്നോ? അതായത് ഞാൻ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു മുന്നേറ്റത്തിലൂടെയാണ് വന്നത് 99 മുതൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2002 മുതൽ ഞാനതിൽ നല്ല ആക്റ്റീവായിട്ട് തൃശ്ശൂരുണ്ടായിരുന്നു. എൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് തൃശ്ശൂരായിരുന്നു.
അപ്പം ആ ജീസസ് യൂത്തിലെ കുറേ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുറേ പിള്ളേരുണ്ട്, കൂടുതൽ പിള്ളേരുള്ള കുടുംബങ്ങളാണ്. പിന്നെ ഞാൻ വളർന്നു വന്നത് എൻ്റെ വീട്ടിൽ 5 പേരാണ്, ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 5 പേരെന്തായാലും വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഷെയർ ചെയ്തു. അതിൽ ആൾ യെസ് പറഞ്ഞു. പിന്നെ അതങ്ങോട്ട് മുന്നോട്ട് പോയെന്നുള്ളൂ. 6, 7 അങ്ങനെ വന്ന് ഇപ്പോൾ 10 നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, കുറച്ചധികം എന്താ പറയുക എഫേർട്ടുള്ള, മെഡിക്കലി ചിലപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ്. അപ്പം പലതവണ ആ സ്റ്റേജിലൂടെ കടന്നു പോയപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ശാരീരികാവസ്ഥ? അടുപ്പിച്ച് ഒരുപാട് പ്രസവങ്ങൾ വന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ശാരീരികമായിട്ട് ഇതുവരെ ഒരു കുഴപ്പവും തമ്പുരാൻ തന്നിട്ടില്ല. 4 ഡെലിവറി ഉണ്ടായിരുന്നുള്ളൂ, 5 സിസേറിയൻ ആയിരുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റേതായ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. നോർമലി ചില ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്, 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞവർ ഷെയർ ചെയ്യും, ഇത്രയും സിസേറിയൻ കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, പക്ഷേ ആരോഗ്യം എങ്ങനെയുണ്ട്, നിൻ്റെ ആരോഗ്യം നോക്കണം എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഈശോ എനിക്ക് ഒരു ആരോഗ്യക്കുറവും തന്നിട്ടില്ല, വേദനകളോ നടുവിന് വേദനയോ അങ്ങനെയൊന്നും തന്നിട്ടില്ല, തരില്ല എന്നുള്ളതാണ് വിശ്വാസം. കാരണം മക്കളെ തന്നാൽ അതിനെ പോറ്റാനുള്ള ആരോഗ്യം കൂടി ഈശോ തരും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ശരിയാണ്. ഏത് പാരൻസിനോടായാലും എന്താണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും എടുത്തു പറയുക നമ്മളുടെ മക്കളാണ് എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു റീപ്രൊഡക്ഷൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ നടന്ന സർവേയിൽ റീപ്രൊഡക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതിന് പലരും കാരണമായിട്ട് പറയുന്നത് ഒന്നാമത്തത് ഹെൽത്ത് ഇഷ്യൂസ്, പലർക്കും PCOD, തൈറോയിഡ് അങ്ങനെയുള്ള. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഫിനാൻഷ്യലായിട്ട് നമ്മൾ സ്റ്റേബിൾ അല്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഒരു കുട്ടീനെ ഉണ്ടാകുമ്പോഴേക്ക് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ 1, 2, 3 വേണം എന്നുള്ളത്. പക്ഷെ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴേക്ക് മതി, ഇനി വേണ്ട എന്നുള്ള രീതിയിലാണ് പലരും നിൽക്കുന്നത്. ചേട്ടൻ എങ്ങനെയാണ്? ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ? ഇത്രയും പേര് നോക്കുന്ന സമയത്ത് എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുന്നത്? ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടല്ല ഞങ്ങൾ ഈ പിള്ളേരെ കുറിച്ച് ആലോചിച്ചത്. കാരണം ഞങ്ങൾ എല്ലാവരോടും പറയുന്ന ഇതേ ഉള്ളൂ, ഞങ്ങൾ ഒരാൾക്ക് ജന്മം കൊടുത്ത് രണ്ടാമത് ഞങ്ങൾ 5 എന്ന് തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനുള്ളത് ദൈവം ഓരോരുത്തർക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് 10 പേർക്കുള്ളത് ആദ്യത്തെ പ്രാവശ്യം തന്നിട്ടില്ല. പക്ഷേ 5 എന്നൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ ഒരു മലയുടെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് ചാടി ഇങ്ങനെ വീടുകൾ മാറി ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഓരോ മക്കളെ തരുമ്പോഴും അതിനനുസരിച്ചുള്ള അസറ്റ് ആ കൂട്ടത്തിൽ തന്നെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റൂഫിംഗ് വർക്കായ തന്നെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് പോലും ഓരോ ക്ലയൻറ്റിനെയും അതുപോലെ തന്നെ ഓരോ ഫേമിനെയും നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനില്ല. അതായത് ഇപ്പോൾ നാളെ ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് മക്കളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്കൊരു ടെൻഷനില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഞങ്ങൾ ചാടിയിട്ട് കാര്യമില്ല. കാരണം ആര് എങ്ങനെ നമ്മൾ വിചാരിച്ചാലും ജനസംഖ്യ ഇപ്പോൾ 10 നിൽക്കുകയാണെങ്കിലും ഞങ്ങൾക്കറിയാം ദൈവം ഇതിനുള്ള സമ്പത്ത് തന്നിട്ടുണ്ട്. മക്കളാണ് സമ്പത്ത്, അതുപോലെ തന്നെ സമ്പത്ത് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേബിളാണ്, ആ കാര്യത്തിൽ ഓക്കെയാണ്. ഇപ്പം കുട്ടികളിങ്ങനെ ഉണ്ടാവുന്ന സമയത്തെ ഇപ്പം നമ്മുടെ സാമൂഹ്യപരമായിട്ട് ഒരുപാട് കളിയാക്കലുകളും നമുക്ക് വേദന തോന്നുന്ന രീതിയിൽ പല സംസാരങ്ങളും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. മേ ബി അറിയില്ല, എന്നാലും ചോദിച്ചു നോക്കാം. അപ്പം അങ്ങനെയുള്ളത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുള്ളതെല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുടുംബക്കാരിൽ നിന്ന് വന്നിട്ടുണ്ട്, സമൂഹത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പരസ്പരം ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ പ്രതികരിച്ചിട്ടില്ല. നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒത്തിരി കളിയാക്കൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. കാരണം എനിക്ക് ആരോഗ്യം ഉണ്ട്, തമ്പുരാൻ ആരോഗ്യം തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജന്മം തന്നതിൽ വിഷയമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 ആയപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ 3 ആയപ്പോഴത്തേനും പറയാൻ തുടങ്ങി. മൂത്തത് 4 പെൺമക്കളായിരുന്നല്ലോ. അപ്പം പെൺപിള്ളേരാണല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു, നിർത്തിക്കോ, ആരോഗ്യമില്ല, നിൻ്റെ ആരോഗ്യം നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിലിങ്ങനെ പിടിച്ച്. പിന്നെ രണ്ടാമത്തെ സിസേറിയനാണ് 2 പിള്ളേർ, അതായത് 5, 6 സിസേറിയൻ, അങ്ങനെ അവർ 2 രണ്ടാം പിള്ളേർ. അപ്പോൾ രണ്ടാമത്തെ ആൺകൊച്ചുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും നിർത്തിക്കോ, മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ നിർത്തിയില്ല. നമ്മൾ ഇന്നിപ്പോൾ 10 നിൽക്കുന്നു. വളരെ സന്തോഷം. ഇപ്പൊ പ്രസവം നിർത്തി. ഓക്കെ. അപ്പം 11ാമത്തെ കുഞ്ഞുണ്ടാവോ ഇല്ലയോ എന്നുള്ള എന്റെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി പോയി. ഓക്കെ, അപ്പം ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്,
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ഫാമിലി, അപ്പോൾ ഇതേപോലുള്ള ഒരു ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ പാരന്റിങ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ പാരന്റിങ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല, നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. നമ്മുടെ ഒരു അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുമ്പം അവർ മര്യാദയ്ക്ക് വളരണം, വഴി തെറ്റിപ്പോരുത്. ഇന്നാണെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ കൂടുതലുമാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പാരന്റിങ്ങിൻ്റെ ഒരു ടിപ്പ്, അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഫാമിലി ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഫാമിലി ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾ പറയാനുള്ള, ഞങ്ങളെ കണ്ട് പഠിക്കാനേ പറയുള്ളൂ. എല്ലാ ആൾക്കാർക്കും കൂടുതൽ മക്കൾ വേണം, അതായത് മിനിമം ഒരു 5 മക്കളെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എല്ലാവരോടും പറയാനുള്ളത് തന്നെ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടിയത്. ഞങ്ങൾക്ക് അതിനുള്ള സാധ്യതകളും സോഴ്സുകളും എല്ലാം തുറന്നു കിട്ടിയത്. അപ്പം നമ്മൾ മക്കൾക്ക് പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല, പുസ്തകം വാങ്ങാൻ പൈസ ഇല്ല എന്നുള്ളൊരു സംഭവം ഞങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആർക്കും ഒരു കുറവുമില്ല. ഒരു കാരണവശാലും മക്കളുടെ പേരിൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് എന്നെ തന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്. രണ്ടാമത്തത് പറയാനുള്ള പാരന്റിങ് നമുക്ക് എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കൂടുതൽ മക്കളുള്ളപ്പോൾ ഇവരാണ് മൂത്തവരാണ് ഇത് പഠിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പം 4ാമത്തെ കുട്ടി പോലും ഇവള് 6ൽ പഠിക്കുന്ന അവള് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, അവളത് പഠിച്ചു വന്നേക്കുന്നതാണ്. അപ്പം മൂത്തവളും അതെ, 2ാമത്തവളത്, 3ാമത്തവളത്, 4ാമത്തവളത്, ഈ ഇവനടക്കം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവൻ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, ഇവൻ ചെയ്യുന്നത് പോലെ ഇപ്പൊ സ്കൂള് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, ഒന്ന് പേപ്പർ പറക്കണമെങ്കിലോ എല്ലാ കാര്യങ്ങളും ഇവർ ആദ്യം ഇറങ്ങും. അപ്പം ഇവര് പഠിച്ചത് ഈ പറയുന്ന മൂത്തവരിൽ നിന്നാണ്, മൂത്തവർ പഠിച്ചത് ഞങ്ങളിൽ നിന്നാണ്. അപ്പം അത് എളുപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ. കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അവർ പെട്ടെന്ന് പഠിക്കും. കാരണം അവരെ ഇവർക്ക് തന്നെ ഈ കുഞ്ഞവർക്ക് മാത്രം ഇങ്ങനെ പാല് കൊടുക്കുന്നു. ഇപ്പൊ അവർ അംഗൻവാടി പോകാൻ തുടങ്ങിയപ്പം അവർക്ക് ചോറ് തന്നെ അവർ തന്നെ വാരി കഴിച്ചോളും. ഇവൾക്കൊന്നും നമ്മൾ ചോറ് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ചോറ് വാരി കൊടുത്ത് വിടുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്കാർക്കും നമ്മൾ ചോറ് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക, അവർ വേണേ കഴിച്ചോളൂ. പിന്നെ ഇവർക്ക് മൊബൈൽ ഞങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല. മൊബൈൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവനാണ് തന്നെ ഇപ്പൊ ആഴ്ചയിൽ 1 ഒരു 10 മിനിറ്റ് മൊബൈൽ കൊടുക്കുക, അവധി ദിവസങ്ങളിൽ കൊടുക്കുക. മൊബൈൽ ഇവർക്ക് ആർക്കില്ല, കാരണം ഞങ്ങൾ 2 പേർക്ക് മാത്രമേ മൊബൈലുള്ളൂ. പിന്നെ ദീദിയുടെ മൊബൈൽ ദീദി കൊടുക്കില്ല, മമ്മിയുടെ മൊബൈൽ മമ്മിക്ക് കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ബാക്കോട്ടാണ്. കാരണം ഇവർക്ക് കളിക്കാൻ ആൾക്കാരുണ്ട്, ഉള്ളിൽ തന്നെ സ്ഥലമുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി ജമ്മി പറയും. ടിപ്സ് എന്താണ് കൊടുക്കാനുള്ളത്? ടിപ്സ് എന്ന് പറഞ്ഞാല് ഇവര് അത്യാവശ്യം വഴക്കൊക്കെ ഉണ്ടാക്കുന്ന മക്കൾ തന്നെയാണ്. നമ്മളങ്ങനെ എന്താ പറയാ ഫുൾ ടൈം ഇങ്ങനെ വടിയും കൊണ്ട് നടന്ന് അങ്ങനെ ഒരു ആവശ്യമില്ല. അവര് വഴക്കുണ്ടാക്കുന്ന അവർ തന്നെ ഓൾമോസ്റ്റ് മാനേജ് ചെയ്യുന്നു. പിന്നെ ചെറിയവരിലേക്കാണ് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ കൊടുക്കും. ചൂരൽ പ്രയോഗമൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ മാതാപിതാക്കളാണെങ്കിൽ ചൂരലും കൊണ്ട് അടിച്ചാൽ വേദനിക്കുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. നല്ലോണം അടി കൊടുക്കും. അടി കൊടുത്ത് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ടോന്നാ? എന്നെ സംബന്ധിച്ച് അങ്ങനെ അയ്യോ മക്കള് പെൺകുട്ടികളാണ് എന്നുള്ളൊരു ടെൻഷനില്ല. അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. നമ്മളിങ്ങനെ ദൈവം തന്നില്ലേ, ദൈവം നോക്കും. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഇവരെ അടിക്കുന്നതിനും പേടിയില്ല. കാരണം ഞങ്ങൾ ഇവരോട് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും പിള്ളേരുള്ളതിന്റെ പേര് ഞങ്ങൾക്ക് അടിക്കാനൊരു പേടിയില്ല. കാരണം ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുവോ അല്ലെങ്കിൽ പോവോ അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരാളെ പഠിപ്പിക്കാറില്ല. സംസാരിക്കാറുണ്ടല്ലോ, എന്തെങ്കിലും മക്കളോട് പറയാൻ പേടിയാണ്, ഇല്ലെങ്കിൽ അടിക്കാൻ പേടിയാണ്. ഇനി അടിച്ചു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എന്തെങ്കിലും ചെയ്യുവോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. മക്കളെ പേടിയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മക്കളെ പേടിച്ച് നമ്മൾ ജീവിക്കില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ശിക്ഷണം കൊടുത്ത് തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. മക്കൾക്ക് ആവശ്യ സമയത്തുള്ള ശിക്ഷണങ്ങൾ കൊടുക്കണമെന്ന് പറയുള്ളൂ. ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതേ ഉള്ളൂ. അവർക്ക് ആ സമയത്തുള്ള ശിക്ഷണം കൊടുക്കണം. അവർക്ക് മാതാപിതാക്കളെ പേടി വേണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പേടി വേണം. അതൊക്കെ വേണമെന്ന് ഞങ്ങൾ പറയുള്ളൂ. കാരണം ശിക്ഷണം കൊടുക്കാതെ ഒരിക്കലും മക്കൾ ആ രീതിയിലേക്ക് എത്തത്തില്ല. അപ്പം കാരണം ഇവർക്ക് കിട്ടുന്നതെല്ലാം വീട്ടിൽ നിന്നാണ് ആദ്യം കിട്ടേണ്ടത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാൽ പോലും അതെ, ഞങ്ങൾ ഈ നമ്മളെന്താ പറയുക തീറ്റിന്ന് അങ്ങനത്തെ പരിപാടിയില്ല. ഇവർക്ക് ആവശ്യമുള്ളത് ഇവർ കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ. ചോദിക്കുമ്പോഴല്ലേ ഇവർ കൊടുക്കുന്നുള്ളൂ, ചോദിക്കാതെ കൊടുക്കത്തില്ല. പാലായാൽ പോയി ചോദിക്കുമ്പോഴേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ കൊടുക്കുന്ന പരിപാടിയില്ല. കാരണം ഒരു കൊച്ചുള്ള ആൾക്കാരുടെ കെയറിങ് ഞങ്ങൾ കാണുന്നതാണ്. അപ്പൊ അതിനെ തന്നെ നോക്കി നിന്ന് അവരെ കെയർ ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഇത്ര നേരം ചെലവിട്ടത് കെയ്റോസ് ഫാമിലിയുടെ കൂടെയാണ്. 10 മക്കളിൽ നിൽക്കാണ് കെയ്റോസ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബം വളർന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ഇവരുടെ ഫ്യൂച്ചറും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ എന്താ പറയുക സ്റ്റേബിൾ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനൊരു ഇന്റർവ്യൂ ആദ്യമായിട്ടായിരിക്കും. എനിക്കൊന്ന് നിൽക്കാൻ സമയമില്ലാതെ അല്ലെങ്കിൽ ഇരിക്കാൻ സമയമില്ലാതെ ഓടി നടന്നിട്ടായിരുന്നു ഞാൻ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ഫാമിലിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
അപ്പോൾ കണ്ടവരൊക്കെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.